രണ്ട് വ്യക്തികൾക്ക് പരസ്പരം തോന്നുന്ന അഗാധമായതും സന്തോഷമുളവാക്കുന്നതുമായ വൈകാരിക ബന്ധമാണ് പ്രണയം. മനുഷ്യനിൽ മാത്രമല്ല പ്രണയമുള്ളത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന ഓരോ സൂക്ഷ്മജീവികളിലും പ്രണയം ഒളിഞ്ഞിരിപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഏറ്റവും മധുരമുള്ള ഭാഷയാണ് പ്രണയം. പ്രണയത്തിന്റെ ചിഹ്നം ഹൃദയത്തിന്റെ രൂപത്തിൽ അറിയപ്പെടുന്നു. ഇത് പ്രണയിനികൾ ഹൃദയത്തിന്റെ ഇടതും വലതും പോലെ ഒന്നായി ചേർന്ന പോലെ എന്ന അർത്ഥമുളവാക്കുന്നു. അങ്ങനെ ഒന്നായിരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ ആദ്യമായി കാണാൻ പോകുന്ന പ്രണയിനികൾക്കും പ്രണയം മുട്ടിട്ട് തളർത്തു നിൽക്കുന്നവർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന പ്രണയിനികളുടെ പർദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രണയിനികളുടെ ഏദൻ തോട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിന്റെ ഏറ്റവും അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രകൃതിയെ പ്രണയിക്കാൻ ഒരു യാത്ര. സഹ്യപർവ്വതത്തിലെ മഴക്കാടുകളിൽ ഒന്നാണ് കുടജാദ്രി. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ പടിഞ്ഞാറൻ പർവ്വതനിരകളിൽ സുന്ദരിയായി കുടജാദ്രി നിലകൊള്ളുന്നു. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് ഇവിടെ യാത്രയ്ക്ക് അഭികാമ്യം. സഞ്ചാരയോഗ്യമല്ലാത്ത കുത്തനെയുള്ള കയറ്റങ്ങളാണ് കുടജാദ്രിയിൽ. വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതാണ് ഇവിടം. കുടജാദ്രിയുടെ താഴ്വാരയിലാണ് കൊല്ലൂർ ഗ്രാമം. കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. എങ്കിലും കുറച്ചു ദൂരം മല കയറേണ്ടി വരും. കൊല്ലൂരിൽ നിന്നും ജീപ്പിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം കുടജാദ്രിക്ക്. സൗപർണികയിൽ നിന്നാണ് പലപ്പോഴും ഒരു കുടജാദ്രി യാത്ര ആരംഭിക്കുന്നത്. ക്ഷേത്ര ദർശനം, കുട്ടികളെ എഴുത്തിനിരുത്തൽ, സംഗീതം, നൃത്തം എന്നിവ അഭ്യസിക്കുന്നവരുടെ അരങ്ങേറ്റം എന്നിവയ്ക്ക് മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിൽ സന്ദർശകരുടെ തിരക്കുണ്ടാവും. ദേവിയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ശ്രീ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച കുടജാദ്രിയിൽ കയറുക എന്നതാണ് പതിവ് രീതി. മലമുകളിലാണ് ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠമുള്ളത്. മഞ്ഞിൽ കുളിച്ച് മനോഹരിയായി നിൽക്കുന്ന മലമുകളിൽ നിന്നുള്ള ദൃശ്യം ഹൃദയഹാരിയാണ്. കുന്നൂർ. തമിഴ്നാട്ടിലാണ് കുന്നൂർ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയും കാഴ്ചകളുടെ സമ്പന്നതയും തേയിലത്തോട്ടങ്ങളും ചോക്ലേറ്റും പ്രസന്നവും സുഖകരവുമായ കാലാവസ്ഥയും കുന്നൂരിനെ സഞ്ചാരികളുടെയും ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്ന ദമ്പതികളുടെയും ഇഷ്ടസ്ഥലമായി മാറ്റുന്നു. അരക്കുവാലി. ടൂറിസത്തിന്റെ കച്ചവടവൽക്കരണത്തിന് ബലിയാടാകാത്ത തെക്കേ ഇന്ത്യയിലെ ചുരുക്കം ചില മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് അരക്കുവാലി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജില്ലയിലാണ് പ്രകൃതി സൗന്ദര്യവും തനിമയും ഒത്തിണങ്ങി നിൽക്കുന്ന ഈ മനോഹര താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത്. ഡാർലിംഗ്. പശ്ചിമ ബംഗാളിലെ ഡാർലിംഗ് ആണ് പ്രണയിതാക്കൾക്ക് നിർഭയം യാത്ര ചെയ്യാവുന്ന മറ്റൊരു സ്ഥലം. മൗണ്ടൻ ടോയ് ട്രെയിൻ ആണ് ഡാർലിംഗിന്റെ മറ്റൊരു പ്രത്യേകത. നുബ്ര വാലി. ലഡാക്കിന്റെ പൂന്തോപ്പ് എന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നുബ്ര വാലി അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ട് വരെ നീളുന്ന ചൈനീസ്, മംഗോളിയൻ, അറബ് അധിനിവേശങ്ങൾ കണ്ട ഈ ദേവഭൂമി അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ്. പുരി ചാർധാം. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പുരി ഒഡീഷയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും ബീച്ചുമൊക്കെ പ്രണയിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഡിസൂക്കൌ വാലി കൊഹിമ പട്ടണത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഡിസൂക്കൌ താഴ്വാര ട്രക്കിംഗ് പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 248 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും നോക്കിയാൽ പർവ്വതങ്ങളുടെ വിശാല ദൃശ്യം കാണാൻ കഴിയും. വിശാഖ്. ഈസ്റ്റ് കോസ്റ്റിലെ ഗോവ എന്നാണ് വിശാഖ് അറിയപ്പെടുന്നത്. സുന്ദരമായ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന മലനിരകളാണ് വിശാഖിനെ കൂടുതൽ സുന്ദരമാക്കുന്നത്. കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു ഹണിമൂൺ പറുദീസയാണ് ഇത്. സൻസ്കാർ. ജമ്മുകാശ്മീരിലെ വടക്ക് ഭാഗത്ത് കാർഗിൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമമാണ് സൻസ്കാർ. കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നതിനാൽ ഈ പ്രദേശം 8 മാസവും പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് കിടക്കും. പോണ്ടിച്ചേരി. 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായ പോണ്ടിച്ചേരി പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികൾ, ബീച്ചുകൾ എന്നിവയാണ് പോണ്ടിച്ചേരിയുടെ പ്രത്യേകത. സുന്ദർബൻ. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയ കണ്ടൽ സംരക്ഷണ മേഖലയാണ് സുന്ദർബൻ അഥവാ സുന്ദർവനങ്ങൾ. ഈ ദേശീയോദ്യാനത്തിന്റെ ഭൂരിഭാഗവും ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യയിലുള്ള 1/3 ഭാഗം വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. ഊട്ടി. തമിഴ്നാട്ടിലെ പ്രശസ്തമായ മറ്റൊരു ഹിൽ സ്റ്റേഷനാണ് ഊട്ടി. കൊടൈക്കനാൽ പോലെ തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഊട്ടിയിൽ എത്താറുണ്ട്. ചാമ്പൈ. മിസോറാമിന്റെ തലസ്ഥാനമായ ഐസാവലിൽ നിന്നും 192 കിലോമീറ്റർ അകലെയാണ് ചാമ്പൈ. ഈ 2 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ വളരെ നല്ലതായതുകൊണ്ട് തന്നെ ബസ്സുകളിലും ടാക്സികളിലും ഇതുവഴി സഞ്ചാരികൾക്ക് ചാമ്പയിലെത്താം. ലോക്ടാക്. വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്ടാക് മണിപ്പൂരിലെ ഏറ്റവും പ്രാധാന്യമേറിയ സഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ നിന്നും 48 കിലോമീറ്റർ മാത്രം അകലെയുള്ള തലസ്ഥാന പട്ടണമായ ഇംഫാലിൽ നിന്നും ബസ്സുകളും ടാക്സികളും മുഖേന ഇവിടെ അനായാസം വന്നെത്താം.
ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർക്ക് എന്നറിയപ്പെടുന്ന കേബിൾ ലംജാവോ പാർക്ക് ഈ കായലിന്റെ തെക്കേ തീരത്തായാണ് വിലയിക്കുന്നത്. ആൻഡമാൻ. നിരവധി പ്രണയിതാക്കൾ യാത്ര ചെയ്യാറുള്ള സ്ഥലമാണ് ആൻഡമാൻ. സുന്ദരമായ ബീച്ചുകളും സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക ആക്ടിവിറ്റികളും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നതാണ്. സ്കൂബ ഡൈവിംഗിന് നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. ചിറാപൂഞ്ചി. മേഘാലയയിലെ ഖാസി മലമേഖലയിലാണ് ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തെ ഒരു ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ചിറാപൂഞ്ചിയിലെ കൗതുകങ്ങൾ കണ്ടറിഞ്ഞ് യാത്ര പോകാം. കൂർഗ്. പശ്ചിമഘട്ടത്തിലെ മറ്റൊരു പ്രമുഖ ഹിൽ സ്റ്റേഷനായ കൂർഗ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. സഞ്ചാരികളെ ആദരിക്കുന്ന സംസ്കാരമുള്ള ജനതയാണ് കൂർഗിലുള്ളത്. അതിനാൽ പ്രണയിതാക്കൾക്കും നിർഭയം പോകാൻ പറ്റുന്ന സ്ഥലമാണിത്. ഗുറായിസ്. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയൻ താഴ്വരയാണ് ഗുറായിസ്. ദാവർ എന്ന ചെറു പട്ടണത്തിൽ നിന്നും ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. വർഷത്തിൽ 6 മാസത്തോളം ഈ താഴ്വര മഞ്ഞിനടിയിലാണ്. അതിനാൽ ഇവിടെ ജനങ്ങൾ താമസിക്കാറില്ല. സ്പിറ്റി. ഹിമാചൽ പ്രദേശിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തായുള്ള ഹിമാലയൻ താഴ്വരയാണ് സ്പിറ്റി. മധ്യഭാഗത്തായുള്ള സ്ഥലം എന്നാണ് സ്പിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലാണ് ഈ സ്ഥലത്തിന്റെ കിടപ്പ്. ദിവിഗർ. മഹാരാഷ്ട്രയിലെ കൊങ്കൺ പ്രവിശ്യയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബീച്ചാണ് ദിവിഗർ. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ ദിവിഗർ ബീച്ച് പ്രണയിതാക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ്. സാന്താക്ഫു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലാണ് സാന്താക്ഫു എന്ന പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് പ്രിയരുടെ പർദീസ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കഞ്ചൻജംഗ കൊടുമുടിയുടെ സുന്ദരമായ ദൃശ്യം കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. മഹാബലേശ്വർ. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ. പ്രണയിതാക്കൾക്ക് നിർഭയം യാത്ര ചെയ്യാവുന്ന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് മഹാബലേശ്വർ. ഖജുരാഹോ. ഖജുരാഹോ ടൂറിസം അവിടുത്തെ ക്ഷേത്രങ്ങളെ ആസ്പദമാക്കിയാണ്. ചെങ്കലിൽ നിർമ്മിച്ച കല്ലിൽ കൊത്തിയ വിശിഷ്ടവും വ്യക്തവുമായ കാമത്തിന്റെ ചിത്രണങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. പനാജി. ഗോവയുടെ തലസ്ഥാനമായ പനാജി പ്രണയിതാക്കൾക്ക് നിർഭയം യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ്. സുന്ദരമായ ബീച്ചുകളും ബീച്ച് പാർട്ടികളുമാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദ്രാസ് വാലി. ജമ്മുകാശ്മീരിലെ കാർഗിൽ ജില്ലയിലാണ് ദ്രാസ് വാലി സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലേക്കുള്ള കവാടം എന്നാണ് ദ്രാസ് നഗരം അറിയപ്പെടുന്നത്. ജയ്സാൽമീർ. മരുഭൂമിയുടെ രത്നം എന്നറിയപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ക്യാമൽ സഫാരിയാണ് ഇവിടെ എത്തുന്ന പ്രണയിതാക്കളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. രാജകീയ പ്രൗഢിയിൽ ഉയർന്നു നിൽക്കുന്ന കോട്ടകളും കൊട്ടാരങ്ങളും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഖാച്ചിയാർ. സ്വിറ്റ്സർലൻഡിന്റെ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള ഖാച്ചിയാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഡൽഹൌസിയിൽ നിന്നും ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. നൈനിറ്റാൾ. ഉത്തരാഖണ്ഡിലെ സുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് നൈനിറ്റാൾ. ഹിമാലയൻ മലനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന നൈനിറ്റാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ തടാകങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാളിന് സമീപത്തായാണ്. മജൂലി. ലോകത്തെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് എന്ന് വിളിപ്പേരുണ്ട് മജൂലിക്ക്. 1250 ചതുരശ്ര കിലോമീറ്ററാണ് മജൂലിയുടെ വിസ്തൃതി. എന്നാൽ കാലക്രമേണ ഇത് കുറഞ്ഞത് 421.65 ചതുരശ്ര കിലോമീറ്ററായി. അസമിലെ ജോഹാദിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് മജൂലി സ്ഥിതി ചെയ്യുന്നത്. മലാന. സമുദ്രനിരപ്പിൽ നിന്നും 3029 മീറ്റർ ഉയരത്തിൽ ഹിമാചൽ പ്രദേശിലെ മലാന നദീതീരത്താണ് മലാന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കുളു താഴ്വാരയുടെ അടുത്ത് കിടക്കുന്ന മലാനയിൽ നിന്നുകൊണ്ട് ചന്ദ്രകനി കുന്നുകളുടെയും ഡിയോദിബയുടെയും സൗന്ദര്യം ആസ്വദിക്കാനാകും.